ഹലോ, ഇന്നൊരു തണ്ണിമത്തൻ സർബത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സർബത്ത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ പഴുത്ത തണ്ണിമത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ പീസായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ തണ്ണിമത്തങ്ങ എല്ലാം ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊരു കുറച്ചെടുത്തൊന്ന് മാറ്റി വെക്കണം. കാരണം നമ്മൾ ഇതിപ്പം ബാക്കിയെടുത്ത് നമ്മൾ മിക്സിയിൽ അടിക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ജ്യൂസ് കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടി ഇതിൽ കുറച്ച് ഭാഗം എടുത്തൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കുറവുള്ള തണ്ണിമത്തങ്ങ കിട്ടിയെങ്കിൽ കൂടുതൽ പഞ്ചസാരയും. എനിക്കിപ്പോൾ അത്യാവശ്യം മധുരമുള്ള തണ്ണിമത്തങ്ങയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല തണുപ്പിച്ചെടുത്ത പാലാണ്. ഞാൻ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂന്നും കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മൾ അരയ്ക്കുന്നതിന് മുമ്പ് പറഞ്ഞില്ലേ കുറച്ചെടുത്തൊന്ന് മാറ്റി വെക്കണമെന്ന്. ഇനി ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒരു ഫോർക്കോ ഒരു സ്പൂണോ കൊണ്ട് നമ്മൾ കുഞ്ഞു കഷ്ണങ്ങളായിട്ടൊന്ന് ഉടച്ചെടുത്ത് കൊടുക്കുക. ഇതിപ്പം ഒരുമാതിരി വലിയ പീസായിട്ടല്ലേ കിടക്കുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലൊന്ന് ഉടച്ചെടുത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിതെല്ലാം ചെറിയ പീസായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് ഉടച്ചെടുക്കുമ്പം ഇതിലെ എക്സ്ട്രാ വെള്ളം വരുമല്ലോ, അതങ്ങ് മാറ്റിക്കളയണം. കാരണം നമ്മൾ ഈ ജ്യൂസും ഇതിനകത്തെ വെള്ളവും കൂടെ ആകുമ്പം ഇത് മൊത്തം അങ്ങ് വെള്ളമായി പോകും. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തണ്ണിമത്തങ്ങയുടെ ആ ഒരു സർബത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഡ്രിങ്കാണ്. നമുക്കിപ്പം എല്ലാ ഫ്രൂട്ട്സും നമ്മുടെ വീടുകളിൽ കാണും. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി രീതിയിൽ ഈ ചൂടത്ത് എന്ത് കുടിച്ചാലും നമുക്ക് മതിയാകില്ല. പക്ഷേ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക. തണ്ണിമത്തങ്ങ നമ്മുടെ കടകളിലൊക്കെ ചെയ്യുമ്പോൾ പക്ഷേ ഒരു റോസ് സിറപ്പ് ഒഴിക്കും. അങ്ങനെയാണ് നല്ല കളർ കിട്ടുന്നത്. നമ്മൾ വീട്ടിലിപ്പോൾ തയ്യാറാക്കുമ്പം നമ്മുടെ തണ്ണിമത്തങ്ങ മേടിക്കുന്നതിൻ്റെ കളറും എല്ലാം ചേർത്ത് ഒരു ലൈറ്റ് റോസ് കളറേ നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് കട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈ ചൂടത്ത് നല്ല ഒരു ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കണ്ടോ, അടിപൊളി ഒരു ഡ്രിങ്കാണ്.